നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ മാർക്ക് സമ്പൂർണ്ണ പ്ലസ്സിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള പുതിയൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സമ്പൂർണ്ണ പ്ലസ് മൊബൈലിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അതിന് നമ്മൾ മൊബൈലിൽ ക്രോം ബ്രൗസർ തുറന്നതിന് ശേഷം അതിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്യുക. സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ മുകളിൽ തന്നെ സമ്പൂർണ്ണ പ്ലസ് എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരിക. അവിടെ നമ്മൾ സെലക്ട് യൂസർ ടീച്ചർ എന്നുള്ളത് കൊടുക്കുന്നു. യൂസർ നെയിം നമ്മുടെ HM നമുക്കൊരു യൂസർ നെയിം അനുവദിച്ചിട്ടുണ്ടാവും. അത് സ്കൂൾ കോഡും ക്ലാസ് ഡിവിഷനും ഉൾപ്പെടുന്നതായിരിക്കും. അത് നമ്മളവിടെ ടൈപ്പ് ചെയ്യുന്നു. അതിന് ശേഷം നമുക്ക് പാസ്വേഡ് ചെയ്യേണ്ടതുണ്ട്. പാസ്വേഡും നമ്മുടെ പ്രധാന അധ്യാപകൻ നമുക്ക് അനുവദിച്ച് തരുന്നതാണ്. ആ പാസ്വേഡ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. തുടർന്ന് നമ്മൾ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജിലേക്ക് വരും. അവിടെ ആണ് നമുക്ക് നമ്മുടെ ക്ലാസ് സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ ക്ലാസ് ഒന്നും കാണുന്നില്ല. എന്നാൽ മുകളിൽ ഇടത് സൈഡിൽ 3 ഡോട്ട് കാണാം. അതിൽ ആണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ ലാപ്ടോപ്പിലൊക്കെ ആണെങ്കിൽ നേരിട്ട് നമുക്ക് അത് കാണും. ഇവിടെ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ അവിടെ അറ്റൻഡൻസ്, മാർക്ക് എൻട്രി എന്നുള്ള 3 ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ മാർക്ക് എൻട്രി ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. മാർക്ക് എൻട്രി ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് എത്തുക. അവിടെ നമ്മൾ ഫസ്റ്റ് സെലക്ട് എക്സാം ടൈപ്പ് ചെയ്യണം. തുടർന്ന് ക്ലാസ്സും സെലക്ട് ചെയ്യണം. നമുക്ക് HM അനുവദിച്ച ക്ലാസ് തന്നെയാണ് അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ക്ലാസ് ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സബ്ജക്റ്റ്, എല്ലാ സബ്ജക്റ്റും അവിടെ കാണിക്കും. ഓരോ സബ്ജക്റ്റിനും നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഏത് വിഷയമാണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഗോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ നമുക്കവിടെ ഓരോ കുട്ടിയുടെ പേരും കാണാം, ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. ആ ഗ്രേഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ കുട്ടിക്ക് ലഭിച്ച ഗ്രേഡ് ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഓരോ കുട്ടിയുടെയും ഓരോ വിഷയവും ചെയ്യണം. അങ്ങനെ അവസാനത്തെ കുട്ടിയും കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സബ്ജക്റ്റിലേക്ക് പോകാം. അടുത്ത സബ്ജക്റ്റ് സെലക്ട് ചെയ്യാം. ആ ഓരോ കുട്ടിക്ക് കിട്ടിയ ഗ്രേഡും എൻ്റർ ചെയ്യാം. ഇങ്ങനെ ഓരോ വിഷയങ്ങളും പ്രത്യേകം ചെയ്യണം. അങ്ങനെ ചെയ്ത് സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫോണിൽ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതാണ്. താങ്ക് യു.